അത്തരം മറ്റിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദർശും നയനയും കൂടെ പുറത്തൊക്കെ പോയിട്ട് വന്ന് കിടന്ന് ഉറങ്ങിയാണ്. ഉറക്കത്തിലാണെങ്കിൽ നയനയ്ക്കാണെങ്കിൽ വയറുവേദന വരുന്നുണ്ട്. വയറുവേദന വന്ന് നയന പെട്ടെന്ന് ചാടി എണീച്ച് വോമിറ്റിങ്ങും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ആ സമയത്ത് ആദർശ് എണീച്ചിട്ട് ചോദിക്കണം, എന്ത് പറ്റി? അല്ല ആദർശേട്ടാ, എനിക്ക് ഭയങ്കര വയറുവേദന, എന്താണെന്നറിയത്തില്ല, വൊമിറ്റ് ചെയ്തോ എന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്. ചെയ്ത് എന്തെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്ന് ആദർശ് പറയാണ്. വേണ്ട ആദർശേട്ടൻ വരണ്ട, ആദർശേട്ടൻ അമ്മയെ വിളിക്ക്, അമ്മയെ വിളിച്ച് കാര്യം പറ എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ, ഞാനും കൂടെ വരാം എന്ന് പറയാണ്. അപ്പോൾ നയന പറയാണ്, ആദർശേട്ടൻ അമ്മയെ വിളിച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെ ആദർശാണെങ്കിൽ ദേവയാനിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനിയും ജയനും നല്ല ഉറക്കത്തിലാണ്. ഫോൺ ആദർശിനാണെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ദേവയാനി ചാടി എണീച്ചിട്ട് ചോദിക്കുന്നത്, എന്താ മോനെ? അല്ല, നയനയ്ക്ക് നല്ല വയറുവേദന, അമ്മ പെട്ടെന്ന് ഇങ്ങോട്ട് വാ അച്ഛനെയും കൂട്ടി എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ദേവയാനിയാണെങ്കിൽ ജയനെ വിളിച്ചുണർത്തിയിട്ട് പറയാണ്, മോക്ക് സുഖമില്ല, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞേ എന്ന് പറയാണ്. അങ്ങനെ ദേവയാനി ജയനും കൂടെ പെട്ടെന്ന് ആദർശിൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴത്തേക്ക് എനിക്ക് നല്ല വയറുവേദനയുണ്ട്. അപ്പം അവിടെ ചെല്ലുമ്പോൾ ആദർശ് പറയാണ്, ഞാനും കൂടെ വരാം അമ്മ ഹോസ്പിറ്റലിലേക്ക്. വേണ്ട, ഞങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരും മതി, മോനെ ഇവിടെ ഇരിക്കുക എന്നും പറഞ്ഞ് ആദർശിനെ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തിയിട്ട് അവർ രണ്ടുപേരും അതിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോഴാണ് സൗണ്ടൊക്കെ കേട്ട് നമ്മുടെ ജലജ ചാടി എണീച്ചത്. ജലജ എണീച്ച് വരുമ്പോൾ കാണുന്നത് നയന വയറുവേദന എടുത്ത് ഇങ്ങനെ വയറും പൊത്തിപ്പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ്. എന്ത് പറ്റിയെന്ന് വന്ന് ചോദിക്കുകയാണ് ജലജ. അപ്പം ദേവേന് പറയാണ്, മോക്കൊരു വയറുവേദന, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയാണ്. പെട്ടെന്നാണെങ്കിൽ ജലജ അങ്ങ് എക്സ്പ്രഷൻ ഇടാൻ തുടങ്ങി. എന്തു പറ്റി? ആദർശിനെ കുറിച്ച് ആലോചിച്ചായിരിക്കും, പ്രഷർ കയറിയതായിരിക്കും എന്നൊക്കെ പറയുകയാണ്. ദേവേനി ജയനോട് ചോദിക്കുകയാണ്, ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡ്യൂട്ടി ഡോക്ടറിലേ കാണത്തുള്ളൂ എന്ന് പറയുകയാണ്. അപ്പം ജയൻ പറയണം, ഡോക്ടറെ കാണത്തുള്ളൂ, വേണമെങ്കിൽ നമുക്ക് ഗൈനക്കോളജിയെ വിളിച്ച് വരുത്താം, എന്തായാലും ഹോസ്പിറ്റലിലോട്ട് പോവാം എന്നും പറഞ്ഞ് അവർ പെട്ടെന്ന് കാറെടുത്ത് അങ്ങ് പോവുകയാണ്. അപ്പോൾ ജലജ ഇങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ്, ദൈവമേ അവിടെ കുഞ്ഞങ്ങ് പോയായിരുന്നെങ്കിൽ എനിക്ക് ഡബിൾ സന്തോഷമായേനെ എന്നും പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയാണ്. അങ്ങനെ നേരെ ചെന്ന് അബിയെ വിളിച്ചുണർത്തിയാണ്. അബിയാണെങ്കിൽ ഉറക്കത്തിലാണ്. അബി വന്ന് ഡോർ തുറക്കും. എന്താ അമ്മയാണോ? അമ്മ എന്താ വന്ന് വിളിച്ചതെന്ന് ചോദിക്കണം. അവക്കുണ്ടല്ലോ എനിക്ക് സുഖമില്ല, വയറുവേദനയാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് നവ്യയാണെങ്കിൽ എണീച്ച് വരുന്നുണ്ട്. നവ്യയാണെങ്കിൽ ചോദിക്കണം, എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. അവൾക്ക് വയ്യാന്ന്, വയറുവേദന, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേക്കാണ്, ആദർശിനെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും എന്ന് പറയാണ്. അപ്പം നവ്യ പറയാണ്, എനിക്ക് അവളുടെ കാര്യത്തിൽ വിഷമമുണ്ട്, പക്ഷേ ആദർശ് കാര്യം ആലോചിക്കുമ്പോൾ ആ വിഷമമില്ല, പിന്നെ അവളാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇത്ര ടെൻഷനൊന്നും അനുഭവിക്കേണ്ടതല്ലെന്ന് നവ്യ പറയുന്നുണ്ട്. എടുക്കുമ്പോഴത്തേക്ക് ജലജയ്ക്ക് അബിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ജലജ പറയാണ്, മോൾ ഇത്ര ടെൻഷൻ അടിക്കാനെന്ത്, ഈ സമയത്ത് എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാവുന്നേ, നീ ഒരു അമ്മ ആയതല്ലേ, പിന്നെ മാത്രവുമല്ല അവൾക്ക് ഈ കുഞ്ഞ് പോയാലും വലിയ വിഷമമൊന്നും ഉണ്ടാവത്തില്ല, അവൾക്ക് കൊഞ്ചിക്കാനും ലാളിക്കാനും ചന്തമോളുണ്ടല്ലോ, അവൾക്കൊരു വിഷമവും കാണത്തില്ല എന്ന് പറയാണ്. കൊഞ്ചിക്കാൻ ചന്തമോളുണ്ടല്ലോ എന്ന് ജലജ പറയുകയാണ്. എനിക്ക് അവളോട് ഭയങ്കര ദേഷ്യമാണ്, നിൻ്റെ അനിയത്തിയാണ് ഈ പ്രശ്നത്തിലെല്ലാം കാരണം, അവൾ ആദർശിൻ്റെ സ്വഭാവം പറഞ്ഞപ്പം ഈ വീട്ടിൽ നിന്ന് അന്നേ പോകണമായിരുന്നു, പോയി പുറത്ത് നിന്ന് ഇവിടെ ഫൈറ്റ് ചെയ്യണമായിരുന്നു, എന്നിട്ട് ആദർശിനെ ജയിലിലാക്കണമായിരുന്നു, അതാ വേണ്ടുന്നത് എന്ന് ജലജ പറയാണ്. അപ്പം നവ്യ പറയാണ്, അതുകൊണ്ട് എനിക്ക് അവളോട് ദേഷ്യമാണ്, അങ്ങനെയൊന്നും ചെയ്യാതെ അയാളുടെ കൂടെ തെറ്റ് ചെയ്ത് അയാളുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നില്ലേ, എന്നിട്ട് എൻ്റെ അബിയെ ജയിലിലാക്കാൻ നോക്കിയില്ലേ, അതുകൊണ്ട് എൻ്റെ അനിയത്തിമാരോട് രണ്ടോടും എനിക്ക് ദേഷ്യമാണെന്ന് പറയാണ്. അപ്പോൾ അബി പറയാണ്, എപ്പോഴും ഈ ദേഷ്യം കാണണം, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അനിയത്തിമാരെന്ന് പറഞ്ഞ് സ്നേഹം തോന്നാൻ പാടില്ല എന്ന് അബി പറയാണ്. നീ എന്തായാലും കടന്നോ, ഞാൻ എന്താ വരുന്നെന്നും പറഞ്ഞ് അബിയാണെങ്കിൽ ജലജയുടെ കൂടെ വരികയാണ്. പുറത്ത് വന്നപ്പോൾ ജലജ പറയാണ്, ഈ വീട്ടിൽ ഇപ്പോൾ ഇവിടെ ആരുമില്ല, അവളുടെ മുറി ഒന്ന് കയറി തപ്പിയാലോ എന്ന് ജലജ പറയാണ്. അപ്പം അബി പറയാണ്, ഞാനത് അമ്മയടുത്ത് പറയാനായിട്ട് ഇരുന്നതായിരുന്നു, ഇപ്പം ഇവിടെ അങ്ങ് ആരുമില്ല, അവർ കുറച്ച് നേരം കഴിഞ്ഞ് എന്തായാലും വരത്തുള്ളൂ, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കത്തില്ല, അതല്ലാതെ ഈ വീട്ടിലേക്ക് വന്നവരാണെങ്കിലും അവൾക്ക് ഇഷ്ടം പോലെ സ്വർണ്ണങ്ങളുണ്ട്, പല പല സമയത്തായിട്ട് അവളുടെ അമ്മായിയമ്മയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒത്തിരി അവൾക്ക് സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട്, അതെല്ലാം അവളുടെ മുറിയിലുണ്ട് എന്ന് പറയാണ്. അപ്പോൾ അബി പറയാണ്, അവളുടെ മുറിയിൽ ഒത്തിരി സ്വർണ്ണമുണ്ട്, അതിൽ ഇടയ്ക്ക് ഒന്നോ രണ്ടോ ചെറിയ കമ്മലൊക്കെ ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്, പക്ഷെ അവൾ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറയാണ്. അപ്പം ജലജ പറയണം, മിടുക്കനാണല്ലേ നീ, അത് ശരിയാണ്, ഒത്തിരി സ്വർണ്ണം ഇരിക്കുന്നുണ്ട്, ഒന്നോ രണ്ടോ പോയി കഴിഞ്ഞാൽ അവൾ അറിയത്ത പോലും ഇല്ല എന്ന് ജലജ പറഞ്ഞുകൊണ്ട്, എന്നെങ്കിൽ നമുക്ക് കുറച്ച് കയറി എന്തെങ്കിലും ഒന്ന് എടുത്താലോ, ഈ വീട്ടിൽ നിന്ന് എന്തായാലും വലിയ താമസമില്ലാതെ നിന്നെ അടിച്ചിറക്കും, ഇറങ്ങി പുറത്ത് പോകുമ്പോൾ ജീവിക്കാൻ നമുക്കും എന്തെങ്കിലുമൊക്കെ വേണ്ടേ, ഇങ്ങനെയൊക്കെയല്ലേ ഒപ്പിക്കാൻ പറ്റുമെന്ന് ജലജ അബിയെടുത്ത് പറയാണ്. രണ്ടുപേരും കൂടെ നയനയുടെ മുറിയിലേക്ക് കയറാൻ പ്ലാൻ ഇടുകയാണ്. അങ്ങനെ നയനയുടെ മുറിയിലാണെങ്കിൽ ആദർശ് ഭയങ്കര ടെൻഷൻ അടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരമാണ് ഇവർ വരുന്നത് കാണുന്നത്, ഡോർ തുറന്ന് കാണുന്നത്. അപ്പോഴത്തേക്ക് ആദർശ് ഓടിപ്പോയി വിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് വിചാരിക്കുകയാണ്, ഇവരെന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന്
പറയാണ്. ബാബ ഒച്ചയില്ലാതെ പതുക്കെ രണ്ടുപേരും അകത്തേക്ക് കയറുകയാണ്. പെട്ടെന്ന് അഭിയോഗിക്കുകയാണ്, ആ ജയിലിൽ കിടക്കുന്നവനങ്ങനെ പുറത്തിറങ്ങി അമ്മേ. അതെന്താടാ നീ അങ്ങനെ ചോദിച്ചു. അല്ല, അവൻ അടിക്കുന്നൊരു സ്പ്രേയുടെ മണം ഇവിടെ കാണുന്നു, ഇവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ജലജ പറയാണ്, പിന്നെ ഇത് അവൻ്റെ മുറിയല്ലേ, അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറിയല്ലേ, പിന്നെ അവൻ്റെ സ്പ്രേയുടെ മണം ഇവിടെ കാണത്തില്ലയോടാ എന്ന് ചോദിക്കുകയാണ്. അത് ശരിയാണെന്നല്ലേ എന്നും പറഞ്ഞ് അബിയും കൂടെ ചെന്ന് പതുക്കെ അൽമാരി തുറക്കുവാണ്. അപ്പോഴത്തേക്ക് ആദർശ് അവിടെ ഒളിച്ചിട്ട് ഇതെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ ഓരോ അൽമാരിയും ഓരോ പെട്ടിയൊക്കെ എടുത്ത് തുറക്കുകയാണ്. അപ്പം അബി പറയാണ്, ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ എല്ലാം വെച്ചേക്കണേ, അവൾക്കാണെങ്കിൽ 4-5 പേരുടെ ബുദ്ധിയാണ്, അവൾ കണ്ടുപിടിക്കുക, ഇരിക്കുന്ന ചെറിയൊരു സ്ഥാനം മാറിയാൽ മതി, അവൾക്ക് മനസ്സിലാവും എന്ന് അബി പറയാണ്. അപ്പോഴത്തേക്ക് ജലജയുടെ കയ്യിൽ ഒരു വലിയ നെക്ലസ് കിട്ടുന്നുണ്ട്. മോനെ, ഇത് തന്നെ വേണം, ഇതിവിടെ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന നെക്ലസ്, ഇവിടുത്തെ മുത്തശ്ശിയുടെ അമ്മായിയമ്മ എന്ന് വെച്ചാൽ മുത്തശ്ശൻ്റെ അച്ഛൻ കൊടുത്തതാണ്. മുത്തശ്ശി അത് അഹങ്കാരിയായ ദേവയാനിക്ക് കൊടുത്ത്, അവളാണെങ്കിൽ അതിനേക്കാൾ വലിയ അഹങ്കാരിയായ അവളുടെ മരുമോൾക്ക് കൊടുത്ത്. ഇത് എനിക്ക് വേണം, ഞാൻ എത്ര ആഗ്രഹിച്ചായി. അമ്മ വലിയ നെക്ലസ് ഒന്നും എടുക്കാതെ എന്ന് അബി പറയുമ്പോഴും പിന്നെ കയറിയിട്ട് എന്തെങ്കിലും കനത്തിലെടുക്കണ്ടേന്നും പറഞ്ഞ് അതങ്ങ് എടുക്കുവാണ്. ഇത് വാങ്ങിച്ചു നോക്കിയിട്ട് പറയുകയാണ്, ഇന്നത്തെ വിലയ്ക്ക് അതൊരു 20 ലക്ഷം രൂപയുടെ മൂല്യം കാണും എന്ന് പറയാണ്. ഇത് ഒന്ന് നന്നാക്കിയിട്ട് എൻ്റെ മോടെ കല്യാണത്തിന് ഇട്ട് കൊടുക്കണമെന്ന് ജലജ പറയാണ്. അങ്ങനെയാണെങ്കിൽ അമ്മ നാളെ രാവിലെ തന്നെ ഇത് ലോക്കറിലേക്ക് മാറ്റണം. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൾ തപ്പുമ്പോൾ ഈ മാല കാണാതാകുമ്പോൾ ഇവിടെ എല്ലാം പരിശോധിക്കും. അപ്പോഴത്തേക്ക് അത് അമ്മയുടെ ലോക്കറിൽ എത്തണമെന്ന് അബി പറഞ്ഞു കൊടുക്കുവാണ്. അതും എടുത്തുകൊണ്ട് അവരങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് ആദർശ് വിചാരിക്കുകയാണ്, എങ്ങനെ മോൻ കള്ളനാവാതിരിക്കും, അതിനൊക്കെ കള്ളിയായ ഒരമ്മ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കിടന്ന് ഉറങ്ങുന്നിടത്തേക്ക് ആദർശ് വന്ന് കതക് തട്ടുകയാണ്. എന്താ ആദർശ് ഏട്ടാ? നയനയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്ത് പറ്റി? അത് നയനയ്ക്ക് വയറുവേദനയെന്നാണ് പറഞ്ഞത്. എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങൾ പുറത്ത് പോയപ്പം കുറച്ച് ഫുഡൊക്കെ കഴിച്ചായിരുന്നു, ഇനി അതുകൊണ്ടായിരിക്കും. അനി പറയാണ്, പുറത്ത് പോകുമ്പോൾ ആഹാരമൊന്നും വാങ്ങിച്ച് കഴിക്കല്ലേ ഈ ഒരു സമയത്ത്, എന്തായാലും ആദർശേട്ടൻ ഒന്ന് വിളിച്ചു നോക്കൂ എന്ന് പറയാണ്. അങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ ജയൻ പറയാണ്, ഞങ്ങൾ വീട്ടിലേക്ക് വരിക മോനെ, കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ മരുന്ന് കൊടുത്തപ്പോഴേ മോളുടെ വയറുവേദന മാറി, പ്രശ്നമൊന്നുമില്ല എന്ന് പറയണം. ആദർശ് അബിയുടെ കാര്യം പറയണേണ്ട, അവനാണെങ്കിൽ ജ്വല്ലറിയിൽ തിരിമറി നടത്തിയ പോലെ നയനയുടെ മുറിയിൽ കയറി സ്വർണ്ണം എടുത്ത്, ഞാൻ അവിടെ ഉള്ള കാര്യം അവർക്ക് അറിയത്തില്ലല്ലോ. നീ പറയണ ആദർശത്തെ അന്നേരം കൈയോടെ പിടിക്കാൻ എന്തായിരുന്നു, ഇങ്ങനെടാ ഞാനവിടെ ഉണ്ടെന്ന് അവർക്കറിയത്തില്ലല്ലോ, ഇനി അവനെ ഇവിടെ വെച്ച് കഴിക്കാൻ പറ്റത്തില്ല എന്ന് അനി പറയാണ്. ഞാൻ അവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയ പോലെ അവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അവൻ ആദർശത്തെ സംശയിക്കുന്ന പോലെ ഏൻ ജ്വല്ലറികളോട് ചേർന്ന് നമ്മളെ ഒറ്റിയതാണെന്ന് തോന്നുന്നു, അതുകൊണ്ടല്ലേ ഏട്ടൻ ജയിലിൽ കിടക്കേണ്ട വന്നതെന്നൊക്കെ അനി പറയാണ്. തകർക്കാൻ വേണ്ടി അവൻ ആരുടെ കൂട്ടും പിടിക്കും. ഏട്ടത്തിയെ തന്നെ അവൻ തന്നെയാണ് ഈ പരസ്യത്തിന് അഭിനയിക്കാൻ പറഞ്ഞു വിടുന്നത്, പിന്നെ അവൻ നമ്മുടെ മുന്നിൽ അഭിനയിക്കുകയാണെന്ന് അനി പറയാണ്. എന്തായാലും ഇതിനൊരു തീരുമാനം ഉടനെ എടുക്കണമെന്നും പറഞ്ഞ് ആദർശ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.